ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ലൈനപ്പ് കൊണ്ട് വരാനിരിക്കുന്ന സിനിമകളുടെ റൂമേഴ്സ് കൊണ്ട് വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങട്ടെ. ഇന്നലെ ലാലേട്ടന്റെ ഏറ്റവും പുതിയ വമ്പൻ സിനിമയുടെ റൂമർ വന്നിരിക്കുകയാണല്ലോ. അതും വെറും ഒരു റൂമേഴ്സ് മാത്രമല്ല, ചർച്ചകൾ നടന്നുവെന്ന് 100% ഉറപ്പാക്കപ്പെട്ട ഒരു പ്രോജക്റ്റിന്റെ റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിരിക്കുന്നത് പോലെ ആവേശം, രോമാഞ്ചം എന്നീ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെ സംവിധായകൻ ജിത്തു മാധവനും ഒപ്പം തന്നെ ലാലേട്ടനും പുതിയ സിനിമയ്ക്ക് വേണ്ടി ഒരുമിക്കുകയാണ്. ജിത്തു ഇതിനോടകം തന്നെ ലാലേട്ടനോട് കഥ പറഞ്ഞു കഴിഞ്ഞുവെന്നും ലാലേട്ടന് കഥ ഇഷ്ടപ്പെട്ടുവെന്നും യെസ് പറഞ്ഞുവെന്നും അതോടൊപ്പം തന്നെ ജിത്തുവിനോട് സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ പറഞ്ഞുവെന്നാണ് ലാലേട്ടൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് ഇതിനോടൊപ്പം തന്നെ വന്നിരിക്കുന്ന റിപ്പോർട്ട്. ബറോസിന്റെ റിലീസിന് ശേഷം സ്ക്രിപ്റ്റ് കേട്ട് ലാലേട്ടൻ യെസ് മൂളിയാൽ ഉറപ്പായിട്ടും സിനിമ അടുത്ത വർഷം സംഭവിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് എന്നാണ് റിപ്പോർട്ട്. ആശീർവാദ് സിനിമാസ് ആണ് പ്രൊഡക്ഷൻ എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അപ്പോൾ ഒരു ആവേശകരമായ അപ്ഡേറ്റ് തന്നെയാണ് ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നത്. ലാലേട്ടന്റെ വരാനിരിക്കുന്ന സിനിമകളുടെ ലൈനപ്പ് നോക്കിയാൽ പോലും ആവേശകരമായ ലൈനപ്പാണ് എന്ന് നിസ്സംശയം പറയാം. ഒരു സൈഡിൽ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണെങ്കിൽ മറ്റൊരു സൈഡിൽ ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ, വേറൊരു സൈഡിൽ മമ്മൂട്ടി, ലാലേട്ടൻ ഒപ്പം തന്നെ മഹേഷ് നാരായണൻ കോംബോ ആദ്യമായിട്ട് ഒരുമിക്കുന്ന സിനിമ, ഇതൊന്നും കൂടാതെ ബിഗ് എം എസ് ഒരുമിക്കുന്ന ആശീർവാദ സിനിമാസ് നിർമ്മിക്കുന്ന സിനിമ, മറ്റൊരു സൈഡിലാണെങ്കിൽ ലാലേട്ടനെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമ, കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന സിനിമ, അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന സിനിമയെല്ലാം തന്നെ ലൈനപ്പിലുണ്ട്. ഈ പറഞ്ഞ വമ്പൻ പ്രൊജക്റ്റുകൾ കൂടാതെ ലാലേട്ടനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമ, ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയെല്ലാം തന്നെ വേറൊരു വശത്തുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു കിടിലൻ ലൈനപ്പ് തന്നെയാണ് ലാലേട്ടന്റെ കരിയറിൽ തന്നെ നമുക്ക് ഈ 2025 വർഷത്തോടെ കാണാനായിട്ടിരിക്കുന്നത്. ബറോസിന്റെയും ഒപ്പം തന്നെ എമ്പുരാന്റെയും ഷൂട്ടിംഗ് എല്ലാം തന്നെ കാരണം ഈ വർഷവും കഴിഞ്ഞ വർഷവുമായിട്ട് വളരെ ചുരുക്കം സിനിമകളിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ളൂ, റിലീസായിട്ടുള്ളൂ. എന്നാൽ 2025-2026 വർഷ കാലയളവിൽ ഒരുപാട് സിനിമകൾ ലാലേട്ടനിൽ നിന്നും റിലീസായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം തന്നെ സൂചനയാണ് നിലവിൽ വരുന്ന റൂമേഴ്സ്. എന്തായാലും ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.